അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുംതഹന ചോദ്യോത്തരങ്ങൾ 9-ാം ഭാഗം. ഇതിൽ ആയത്ത് നമ്പർ 5ഉം 6ഉമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, 5-ാം ആയത്തിൽ വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തിൽ നിന്നും കാത്തുരക്ഷിക്കാനാണ്? റബ്ബന ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു എന്നത്. ഓപ്ഷൻ എ പട്ടിണി, ഓപ്ഷൻ ബി സത്യനിഷേധികളുടെ പരീക്ഷണ വസ്തുവാകുന്നതിൽ നിന്ന്, ഓപ്ഷൻ സി രോഗങ്ങൾ, ഓപ്ഷൻ ഡി പ്രകൃതി പ്രക്ഷോഭങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി സത്യനിഷേധികളുടെ പരീക്ഷണ വസ്തുവാകുന്നതിൽ നിന്ന്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5-ാം ആയത്തിന്റെ അവസാനം അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? ഇന്നക അൻതൽ അസീസുൽ ഹക്കീം എന്നത്. ഓപ്ഷൻ എ കരുണാനിധിയും ദയാപരനും, ഓപ്ഷൻ ബി പ്രതാപശാലിയും യുക്തിമാനും, ഓപ്ഷൻ സി എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും, ഓപ്ഷൻ ഡി സൃഷ്ടികർത്താവും പരിപാലകനും. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രതാപശാലിയും യുക്തിമാനും എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6-ാമത്തെ ആയത്തിൽ തീർച്ചയായും നിങ്ങൾക്കതിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തൻ ഹസന എന്ന് പറയുന്നത്. ഓപ്ഷൻ എ മക്കയിലെ ഖുറൈശികളെ, ഓപ്ഷൻ ബി ഇബ്രാഹിം നബിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും, ഓപ്ഷൻ സി മുൻകഴിഞ്ഞു പോയ എല്ലാ ജനതകളെയും, ഓപ്ഷൻ ഡി പ്രവാചകന്റെ പത്നിമാരെ. ശരിയുത്തരം ഇബ്രാഹിം നബിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആർക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ ഉത്തമ മാതൃകയുള്ളത് എന്ന് 6-ാം ആയത്ത് വ്യക്തമാക്കുന്നത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആൻസർ എ സമ്പന്നർക്ക് മാത്രം, ഓപ്ഷൻ ബി അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക്, ഓപ്ഷൻ സി കച്ചവടക്കാർക്ക്, ഓപ്ഷൻ ഡി ഭരണാധികാരികൾക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക്. അടുത്ത ചോദ്യം, 6-ാം ആയത്തിൽ ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം എന്ന് തുടങ്ങുന്ന ഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഓപ്ഷൻ എ അവർക്ക് അള്ളാഹു മാപ്പ് നൽകും, ഓപ്ഷൻ ബി അവർക്ക് കൂടുതൽ സമ്പത്ത് നൽകും, ഓപ്ഷൻ സി അള്ളാഹു ആരോടും പരാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്, ഓപ്ഷൻ ഡി അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ശരി ഉത്തരം ഓപ്ഷൻ സി അള്ളാഹു ആരോടും പരാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. അടുത്ത ചോദ്യം, അൽ അസീസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എ സ്തുതിക്കപ്പെട്ടവൻ, ബി പ്രതാപശാലി അല്ലെങ്കിൽ സർവശക്തൻ, സി കരുണയുള്ളവൻ, ഡി വിധി കൽപ്പിക്കുന്നവൻ. ശരി ഉത്തരം ബി പ്രതാപശാലി അല്ലെങ്കിൽ സർവശക്തൻ. അടുത്ത ചോദ്യം, അൽ ഹക്കീം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എ അറിവുള്ളവൻ, ബി കാണുന്നവൻ, സി യുക്തിമാൻ, ഡി സംരക്ഷകൻ.
ശരി ഉത്തരം സി യുക്തിമാൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അൽ ഖനിയ്യ് എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? എ പരാശ്രയമുക്തൻ, ബി ശിക്ഷിക്കുന്നവൻ, സി സ്തുത്യർഹൻ, ഡി ഉന്നതൻ. ശരി ഉത്തരം എ പരാശ്രയമുക്തൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഇബ്രാഹിം നബിയുടെ മാതൃക പിന്തുടരുന്നതിലൂടെ വിശ്വാസികൾ ഒഴിവാക്കേണ്ടത് എന്തിനെയാണ്? ഓപ്ഷൻ എ പ്രാർത്ഥനയെ, ഓപ്ഷൻ ബി സത്യനിഷേധികളുമായുള്ള അവിഹിത മിത്രബന്ധത്തെ, ഓപ്ഷൻ സി സത്യസന്ധതയെ, ഓപ്ഷൻ ഡി ദാനധർമ്മങ്ങളെ. ശരി ഉത്തരം ബി സത്യനിഷേധികളുമായുള്ള അവിഹിത മിത്രബന്ധത്തെ എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആയത്തിലൂടെ ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. റബ്ബന ലാ തജ്അൽ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. വളരെ ആധുനിക കാലത്തും അല്ലെങ്കിൽ എക്കാലവും പ്രാർത്ഥനയിൽ വരേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ നാഥ, സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയരാക്കരുതേ എന്നാണ്. ഇസ്ലാമിക ലോകം എക്കാലവും പരീക്ഷണങ്ങൾക്ക് വിധേയമായി കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രാർത്ഥനയാണ്, പടച്ച തമ്പുരാനെ, സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയമാക്കരുതേ എന്ന്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പൂർണ്ണമായും പുറത്തു തരുവാൻ വേണ്ടിയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ആറാമത്തെ ആയത്തിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക, ഉത്തമ മാതൃകയെക്കുറിച്ചാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ലഖദ് കാന ലക്കും ഫി ഉസ്വത്തുൻ ഹസന. ഈ ഉസ്വത്തുൻ ഹസനയെ പിൻപറ്റുക, ഉത്തമ മാതൃകയെ പിൻപറ്റുക എന്ന്. അള്ളാഹുലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളിലും തികഞ്ഞ മാതൃകയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ഇനി ആരെങ്കിലും ഈ പറയപ്പെട്ട മാതൃകങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അങ്ങനെ പിന്തിരിയുന്നത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നും, സംഭവിക്കുന്നത് ആരാണോ പിന്തിരിഞ്ഞു പോകുന്നത് അവർക്കാണ് എന്ന് കൂടി ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.